CUT ട്യൂട്ടോറിയത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്ലസ് ടുവിന് ശേഷം എങ്ങനെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കരസ്ഥമാക്കാം, എങ്ങനെ ഒരു നല്ല കരിയറിലേക്ക് സക്സസ്ഫുള്ളായിട്ട് എത്തിച്ചേരാം എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരാളാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. ഈ പ്രാവശ്യത്തെ സിവിൽ സർവീസിൽ AIR 59 അതേപോലെ തന്നെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി അലൂമിനിയുമായ ബെഞ്ചോ പി ജോസാണ് ഇന്ന് നമ്മുടെ ഡിസ്കഷനിലുള്ളത്. സോ ഐ വെൽക്കം ബെഞ്ചോ പി ജോസ് ടു ദിസ് പ്രോഗ്രാം. So, first of all, congratulations. UPSC പോലൊരു ടഫ് എക്സാം ക്രാക്ക് ചെയ്തതിനും നല്ലൊരു റാങ്ക് കിട്ടിയതിനും. സോ എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, എല്ലാവർക്കും സിവിൽ സർവീസിലേക്ക് പ്രിപ്പറേഷൻ തുടങ്ങാൻ ഒരു സ്പാർക്ക് ഉണ്ടാകും ലൈഫിൽ. ബെഞ്ചോയ്ക്ക് ആ ഒരു സ്പാർക്ക് എന്താണെന്നുള്ളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അപ്പോൾ എൻ്റെ ലൈഫിൽ ഒരു സ്പാർക്ക് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഈ സിവിൽ സർവീസ് എന്നുള്ള ഒരു ജോബിനോടുള്ള ഇൻട്രൊഡക്ഷൻ വന്നത് അച്ഛനിൽ നിന്നാണ്. അപ്പോൾ പുള്ളിയാണ് എനിക്കൊന്നൊരു 4ാം ക്ലാസ്സിലായപ്പോഴത്തെ 4ലോ 5ലോ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ കളക്ടർ എന്ന് പറയുന്നൊരു ജോലി ഉണ്ടെന്നും അത് ഒരു നല്ല കവറ്റഡ് പോസ്റ്റാണെന്നും അത് ഇന്ത്യയിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സാലറീഡ് ജോബുകളിലൊന്നാണെന്നും ഒക്കെ ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ തന്നു. അപ്പോൾ അന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് അതിനുള്ള ആഗ്രഹമൊക്കെ ഒരു 10th 11th ഒക്കെ ആയപ്പോഴത്തേക്കും നഷ്ടപ്പെട്ടു. പിന്നെ ഒരു പക്ഷേ ഒന്നിനും എൻജിനീയറിങ് അല്ലെങ്കിൽ മെഡിസിൻ അല്ലെങ്കിൽ ആർക്കിടെക്ചർ ഇതായിരുന്നു എൻ്റെ താല്പര്യം. പക്ഷെ അത് 3 കാര്യങ്ങളും നടക്കാത്തത് കൊണ്ട് ആണ് ഇൻ സം വേസ് ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഞാൻ വരികയും പിന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലുള്ള എൻ്റെ എക്സ്പോഷറും ഫ്രണ്ട്സ് ഒത്തിരി പേര് എൻ്റെ കോളേജിൽ പഠിക്കുന്ന ഒത്തിരി പേര് സിവിൽ സർവീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടായിരുന്നു. അങ്ങനെയും പിന്നെ ഞാൻ അവിടെ ഒരു പർട്ടിക്കുലർ ക്ലബ്ബ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ കോളേജിൽ, സോഷ്യൽ സർവീസ് ലീഗ് എന്നായിരുന്നു എൻ്റെ പേര്. അപ്പോൾ അവിടുത്തെ എൻ്റെ വർക്കിൻ്റെ നേച്ചറും അതിൻ്റെ സ്കോപ്പും ആ ഒരു കാര്യത്തിന് ഇൻഫ്ലുവൻസും പിന്നെ എല്ലാത്തിനും ശേഷം കോളേജിന് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് ഫ്യൂച്ചറിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ വാട്ട് ഷുഡ് ഐ ഡു അല്ലെ വാട്ട് ഡു ഐ നീഡ് ടു ഡു എന്ന് ആലോചിക്കുമ്പോൾ ഞാൻ പല കാര്യങ്ങളും ചെയ്തു. ഐ ട്രൈ ടു ഡു എ ലോട്ട് ഓഫ് തിങ്സ്. അങ്ങനെയാണ് ഏറ്റവും അവസാനം അങ്ങനെയാണെങ്കിൽ ആദ്യം ഇതുപോലെ പിതാവ് പറഞ്ഞ ഈ ഒരു കാര്യത്തിലേക്ക് വീണ്ടും പോകാം എന്നുള്ളൊരാഗ്രഹം തിരിച്ചു വന്നത്. അങ്ങനെ അപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരുടെ ഇൻഫ്ലുവൻസും ഈ സൊസൈറ്റിയുടെ ഇൻഫ്ലുവൻസും എല്ലാം കൊണ്ടുമാണ് ശരിക്കും പറഞ്ഞാൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് തുടങ്ങിയത്. അല്ലാതെ ഒരു സിംഗിൾ സ്പാർക്ക് എന്ന് പറയാനില്ല. സോ നമ്മുടെ ഈ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചപ്പോൾ ഒത്തിരി ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് ബെഞ്ചോ പറഞ്ഞല്ലോ. അവിടുത്തെ ഒരു അക്കാഡമിക് കൾച്ചർ ഈ ഒരു സിവിൽ സർവീസ് പ്രിപ്പറേഷനിൽ ഏതെങ്കിലും തരം ഒരു ഹെൽപ്പും കാര്യങ്ങളും കിട്ടിയതായിട്ട് തോന്നുന്നുണ്ടോ? ഇപ്പോൾ കോൺക്രീറ്റ്ലി അല്ലെങ്കിൽ ഇപ്പോൾ വളരെ ഒബ്ജക്റ്റീവ്ലി എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടെന്നുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. ബിക്കോസ് ഈ ബെനിഫിറ്റ്സ് എല്ലാം ഒരു രീതിയിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് അവർ എൻറ്റയർ കരിക്കുലം. നമ്മൾ എൻറ്റയർ ആ ക്യാമ്പസ് ലൈഫിൽ നിന്ന് ഉണ്ടാകുന്ന കുറേ റിസൾട്ട്സ്. അപ്പോൾ അതല്ലാതെ ഞാൻ ഡൽഹിയിൽ പോയത് കൊണ്ട് സിവിൽ സർവീസിനോടുള്ള ഒരു കോഴ്സിന് ജോയിൻ ചെയ്തു അല്ലെങ്കിൽ ഞാൻ പഠിച്ചത് കാരണം എനിക്ക് സിവിൽ സർവീസിന് ഗുണമുണ്ടായി അങ്ങനെ എനിക്ക് സ്പെസിഫിക്കലി പറയാനില്ല. പക്ഷേ ആ ഒരു ഹോൾ എക്സ്പോഷർ സിവിൽ സർവീസ് എന്താണെന്നും അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും ഒക്കെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സഹായിച്ചു. രണ്ടാമത്തെ ഒരു കാര്യം, പഠിപ്പിക്കുന്നതാണേ പോലെ അല്ലെങ്കിൽ ഇപ്പോൾ ഇൻറ്ററാക്ഷൻ വിത്ത് അതർ സ്റ്റുഡൻസ്, നമ്മുടെ കോളേജിൽ പഠിക്കുന്ന മറ്റ് കുട്ടികളോടുള്ള ഇൻറ്ററാക്ഷൻ അല്ലെങ്കിൽ ടീച്ചേഴ്സുമായിട്ടുള്ള നമ്മുടെ സംസാരങ്ങളിൽ പിന്നെ അവിടുത്തെ ഒരു കരിക്കുലത്തിൻ്റെ ഒരു പെർട്ടിക്കുലർ കാര്യം, ഞാൻ മാത്സ് ആണോ സെലക്ട് ചെയ്തത്, പക്ഷേ എനിക്ക് എലക്റ്റീവായിട്ട് ഫിലോസഫിയും പൊളിറ്റിക്കൽ സയൻസും ഒക്കെ എടുക്കാൻ പറ്റി. അപ്പോൾ ആ ഒരു ഒരു മൾട്ടി ഡിസിപ്ലിനറി കരിക്കുലം ഉള്ളത് കൊണ്ടും അവിടുത്തെ റീഡിങ്സും എന്നെ ഒരു പരിധി വരെയൊക്കെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഇൻ ദാറ്റ് വേ ഒരു ഡയറക്റ്റ്ലി പറയാൻ പറ്റില്ലെങ്കിലും ദർ ആർ ലോട്ട് ഓഫ് വേസ് ഇൻ വിച്ച് ഇൻഡയറക്ട്ലി ഈ DUവിൻ്റെ എക്സ്പോഷർ, സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ എക്സ്പോഷർ എന്നെ ഹെൽപ്പ് ചെയ്തത് ഇൻഡയറക്ട്ലി ദർസ് ഡെഫിനറ്റ്ലി. അപ്പം ആ ക്യാമ്പസ് ലൈഫിനെ പറ്റി ബെഞ്ചോ പറഞ്ഞല്ലോ, അതിനെപ്പറ്റി കുറച്ചുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? കാരണം നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും ആ ഒരു സംഭവം പലപ്പോഴും റിലേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പം ആ സെൻട്രൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ DUവിൻ്റെ ആ ക്യാമ്പസിൽ കിട്ടിയ ആ ഒരു ലൈഫിനെ പറ്റി ഒന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? സോ ഞാൻ 12th ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് മാറി നിന്ന് പഠിക്കുന്നത്. 12th കഴിഞ്ഞിട്ട് 12th വരെ ഞാൻ എൻ്റെ നാട്ടിൽ തന്നെയാണ് ഞാൻ പഠിച്ചത്. 3ാം ക്ലാസ് വരെ എൻ്റെ അടുത്തുള്ള ഒരു പ്രൈവറ്റ് സ്കൂളിലാണ്, ഓൾ സയൻസ് പബ്ലിക് സ്കൂൾ എന്ന് പറയുന്ന സ്കൂളിൽ പഠിച്ചു. അതിനുശേഷം ഞാൻ കേന്ദ്രീയ വിദ്യാലയത്തിൽ പഠിച്ചു.
അതിനുശേഷം 12th കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് മാറി നിന്ന് പഠിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ DUവിൽ വരികയും ഞാൻ അവിടെ പഠിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ക്യാമ്പസ് ലൈഫിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം ഇതാണ്, ദറ്റ് യു ആർ ഓൺ യുവർ ഓൺ. അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും. അത് ഒരു രീതിയിൽ ഇറ്റ് ഈസ് എൻ എക്സൈറ്റ്മെൻറ്റ്, ബിക്കോസ് നമ്മുടെ ഇപ്പം നേരത്തെ ആണെങ്കിൽ നാട് അല്ലെങ്കിൽ വീട് എന്നുള്ളൊരു പലർക്കും ഒരു ഒരു കൺഫൈൻമെൻറ്റ് തോന്നുന്ന ഒരു സ്ഥലത്ത് നിന്ന് യു ആർ അറ്റ് എ പ്ലേസ് വെർ യു ഹാവ് ഫ്രീഡം. അപ്പോൾ പല പുതിയ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാനും പല കാര്യങ്ങളും അറിയാനും പല പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കും. അതേസമയം തന്നെ ഇറ്റ്സ് ഫ്രൈറ്റനിങ് ഓൾസോ, കാരണം ബിക്കോസ് യു ഹാവ് ടു ഡു തിങ്സ് ഓൺ യുവർ ഓൺ. ഇപ്പം നാട്ടിൽ അല്ലെങ്കിൽ വീടിനടുത്തൊരു കോളേജിൽ എവിടെയാണ് പഠിക്കുന്നതെങ്കിൽ യു ആർ മച്ച് മോർ കംഫർട്ടബിൾ. കാര്യങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ പോലും ഓക്കെ നമ്മുടെ നാടാണ് എന്നുള്ളൊരു വിശ്വാസം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ധൈര്യമുണ്ട്. പക്ഷെ ഒരു വെളിയിൽ ഉള്ള ഒരു കേരളത്തിന് പുറത്ത് പോയി പഠിക്കുമ്പോൾ ഭാഷ അറിയില്ല, അവിടുത്തെ ആൾക്കാരെങ്ങനെയാണെന്ന് അറിയില്ല, അവിടുത്തെ ക്യൂസീൻ ഇഷ്ടപ്പെടത്തില്ല, അവിടുത്തെ കൾച്ചർ നമുക്ക് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ്സ് ചലഞ്ചിങ് ഇൻ ദാറ്റ് വേ ആൻഡ് ഓൾസോ ഫ്രൈറ്റനിങ്. പക്ഷേ എൻ്റെ ക്യാമ്പസിൽ പൊതുവെ ഐ വുഡ് സേ ദറ്റ് അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ മലയാളികളും ഒരു 10 to 20% മലയാളികളും ബാക്കി ഒരു 80% നോൺ മലയാളീസ് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ക്യാമ്പസ് ലൈഫ് വളരെ എക്സൈറ്റിംഗ് ആയിരുന്നു. ലുക്കിംഗ് ബാക്ക് ഇപ്പോൾ ആ ഒരു 3 വർഷം എനിക്ക് പിന്നെ വീണ്ടും ഒന്നുകൂടെ പോയി എൻജോയ് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എൻജോയ് ചെയ്യും. കാരണം അത്രയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുതിയ കാര്യങ്ങളുള്ള എക്സ്പോഷർ എനിക്ക് അവിടെ കിട്ടി. ഒരു നമ്മുടെ നാട്ടിലെ കോളേജുകളിൽ ഞാൻ നാട്ടിലെ കോളേജിലും കുറച്ച് നാൾ പഠിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാം. നാട്ടിലെ കോളേജിന് ശേഷം ഞാൻ കുറച്ച് നാൾ ഒരു ലോയ്ക്ക് ഞാൻ ജോയിൻ ചെയ്തായിരുന്നു. അപ്പോൾ തമ്മിലുള്ളൊരു വ്യത്യാസം ഐ തിങ്ക് ഇസ് ഡെഫിനറ്റ്ലി ഓൺ ദി എക്സ്പോഷർ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പഠിക്കുമ്പോൾ നമ്മുടെ ചുറ്റിലുള്ള എല്ലാവരും മലയാളികളാണ്. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാനുണ്ട്. പക്ഷേ വെൻ യു ഹാവ് കുറച്ചുകൂടെ ഒരു പാൻ ഇന്ത്യ എക്സ്പോഷർ, അപ്പോൾ അവിടുന്ന് തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാർ വേണം, ജമ്മു കാശ്മീരിൽ നിന്നുള്ള ആൾക്കാർ വേണം, പഞ്ചാബിൽ നിന്നുള്ള ആൾക്കാർ വേണം. നമ്മുടെ ഫ്രണ്ട് സർക്കിൾ അത്രയും എക്സ്പാൻഡ് ആവും, നമ്പർ 1. നമ്പർ 2, നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ട് ഓപ്പൺ ആവും. ബിക്കോസ് അതർവൈസ് വി ആർ ലിവിങ് ഇൻ എ ഈക്കോ ചേമ്പർ. നമ്മുടെ നാട് നമ്മൾ വലിയ ആൾക്കാരാണ് എന്നുള്ളൊരു, എസ്പെഷ്യലി മലയാളികൾക്ക് അത് ഭയങ്കരമായിട്ടുണ്ട്. വെളിയിലെ പറ്റി കൂടുതൽ അറിയാനും കൂടി പറ്റും. അതെ ഡെഫിനറ്റ്ലി. ഇപ്പോൾ നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ള ആൾക്കാരുമായിട്ടുള്ള പക്ഷേ എൻ്റെ ആദ്യത്തെ ഇൻട്രാക്ഷൻ ഞാൻ DUവിൽ പോകുമ്പോഴാണ്. അതുപോലെ തന്നെ എൻ്റെ ഒത്തിരി നല്ല ഫ്രണ്ട്സ് ആർ ഫ്രം ഹരിയാന എന്ന്, ജമ്മു കാശ്മീർ എന്നൊക്കെയാണ്. സോ ഈ ഒരു എക്സ്പോഷർ ഐ ഡോണ്ട് തിങ്ക് വി വിൽ ഗെറ്റ് വെൻ വി ആർ നമ്മളെ ഈ നാട്ടിലുള്ള കോളേജ്. രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, ക്യാമ്പസ് ലൈഫിൽ യു ആർ പാർട്ട് ഓഫ് ക്യാമ്പസ്. എൻ്റെ കോളേജിൽ ഐ വാസ് ബീങ് പാർട്ട് ഓഫ്, ഞാൻ നേരത്തെ പറഞ്ഞുള്ള ക്ലബ്സ് ആൻഡ് സൊസൈറ്റീസിൽ ഒത്തിരി പാർട്ടായിരുന്നു. അതുപോലെ തന്നെ അക്കാഡമിക് കാര്യങ്ങളാണെങ്കിൽ പോലും അവിടെ നമ്മുടെ കോളേജിൽ ഒരു ട്യൂട്ടോറിയൽ സിസ്റ്റം ഉണ്ടായിരുന്നു. ട്യൂട്ടോറിയൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമുക്കൊരു 50 പേരുടെ ക്ലാസ്സാണ് യൂഷ്വലി. ഈ ട്യൂട്ടോറിയൽ സിസ്റ്റത്തിൽ ഇറ്റ്സ് മാൻഡേറ്ററി ഫോർ എവരിബഡി. ഒരു 5 പേരോ 6 പേരോ മാത്രം വരുന്ന ടീച്ചറുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ ഉണ്ട്. ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ല, മെയിൻലി ഇറ്റ് മൈറ്റ് ഈതർ ബി അവർ നമുക്ക് കുറച്ച് റീഡിങ്സ് വരും, നമ്മളത് വായിച്ചിട്ട് പോകണം, എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിലൊരു ഡിസ്കഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പം എനിക്ക് മാത്സ് ആയതുകൊണ്ട് ദേ വുഡ് ഗിവ് മീ സം ക്വസ്റ്റ്യൻസ്, ഞാൻ ആ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തുകൊണ്ട് പോകണം, എന്നിട്ട് അതെങ്ങനെ സോൾവ് ചെയ്യാം, എൻ്റെ മെത്തേഡിലെ കുഴപ്പങ്ങൾ എന്താണ്. സോ ഇത് ടീച്ചേഴ്സുമായിട്ടും കുറച്ചുകൂടി നല്ലൊരു ബോൺഹോമിയ ഉണ്ടാക്കാൻ, ഒരു ബന്ധം ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ ക്യാമ്പസ് ലൈഫ് പൊതുവെ വളരെ എക്സൈറ്റിങ്ങും വളരെ തിരിച്ചു പോകാൻ ആഗ്രഹമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്യാമ്പസ് ലൈഫ് എന്ന് സംശയം പറയാൻ പറ്റും. അതേപോലെ ഒരു കാര്യം കൂടി, ഇപ്പം ബെഞ്ചോ പറഞ്ഞല്ലോ അവിടെ പഠിച്ച കൂട്ടുകാരിലെ നല്ലൊരു ആൾക്കാർ നല്ല സർവീസിന് വേണ്ടി പഠിക്കുന്നുള്ളത്. അപ്പം ഈ പിയേഴ്സ് അല്ലെങ്കിൽ അവിടെ പഠിക്കുന്ന ഫ്രണ്ട്സ്, കോളേജ് മേറ്റ്സ്, ഒരു നല്ല കരിയർ അല്ലെങ്കിൽ ഇപ്പോൾ സിവിൽ സർവീസ് ആയിക്കോട്ടെ, അതല്ലാതെ തന്നെ വേറൊരു നമ്മുടെ കരിയർ ചോയ്സസ് ഉണ്ടല്ലോ, അതിൽ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് പോസിറ്റീവ്ലി ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ഡെഫിനറ്റ്ലി. എൻ്റെ കോളേജിൽ മെയിൻലി ഐ തിങ്ക് 3 or 4 രീതിയിലാണ്, 3 or 4 ടൈപ്പ് ഓഫ് ആൾക്കാരാണ് പോകുന്നത്, അല്ലെങ്കിൽ 3 or 4 ടൈപ്പ് ഓഫ് പ്രൊഫഷൻസിലോട്ടാണ് പോകുന്നത്. വൺ ഈസ് കോർപ്പറേറ്റ്. അവിടെ കോർപ്പറേറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ കോളേജുകളിൽ ഇല്ലാത്ത എനിക്ക് തോന്നിയ ഒരു മെയിൻ കാര്യമാണത്, ദറ്റ് പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എഞ്ചിനീയറിംഗ് കോളേജസിലുണ്ട്, പക്ഷേങ്കിൽ നമ്മുടെ ഡിഗ്രി കോളേജസിൽ എവിടെയും പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. പക്ഷേ എൻ്റെ കോളേജിൽ ഞാൻ 3 വർഷം ഡിഗ്രി ചെയ്ത എനിക്ക് വേണമെങ്കിലും ഐ കുഡ് സെറ്റ് ഫോർ പ്ലേസ്മെൻറ്റ്സ് ആൻഡ് ഐ കുഡ് ഗെറ്റ് ഹയർഡ് ഇൻ ടു top 3 ഇൻ്റർനാഷണൽ കൺസൾട്ടിങ് ഫേം, ബിഗ് 3 എനിക്ക് ഐ കുഡ് ഗെറ്റ്. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ പഠിച്ച എനിക്കറിയാവുന്നൊരു കൂട്ടുകാരൻ ഈസ് പുള്ളി BCGയിലാണ്, ബോസ്റ്റൺ കൺസൾട്ടിങ് ഗ്രൂപ്പ്, ആൻഡ് ഹി ഗോട്ട് ഇമ്മീഡിയറ്റ്ലി ഹയർഡ് ആഫ്റ്റർ കോളേജ്, ഡയറക്ട്ലി ഹയർഡ്. അതുപോലെ എൻ്റെ ഒരു സീനിയർ പാർത്തനോൺ എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ കൺസൾട്ടിങ് ഫേമിൽ കയറി. ആൻഡ്
3-year മാത്സ് ഡിഗ്രി കഴിഞ്ഞ പുള്ളിക്കാരുടെ അന്നത്തെ ഓഫറിങ് ഐ തിങ്ക് CTC വാസ് അബൌട്ട് 30 lakhs. അത് നമ്മുടെ നാട്ടിൽ ഐ ഡോണ്ട് നോ ഇഫ് വി ക്യാൻ ഈവൻ ഡ്രീം ഓഫ് ദാറ്റ്. നമ്മുടെ നാട്ടിൽ എഞ്ചിനീയറിങ്ങും മെഡിസിനും അല്ലെങ്കിൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ ഒരു കരിയറേ ഇല്ല എന്നുള്ള ഒരു തോട്ട് പ്രോസസ് ആണ് നമ്മുടെ ഇവിടെ ഉള്ളത്. അതെ. അപ്പം ബെഞ്ചോയ്ക്ക് എന്തായാലും അതിൽ ഉറപ്പ് പറയാൻ പറ്റുമല്ലോ, കാരണം ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഒരു നല്ലൊരു കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ പഠിക്കുവാണെങ്കിൽ കരിയർ അല്ലെങ്കിൽ നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ജസ്റ്റ് ആ ഡിഗ്രി കഴിയുമ്പോൾ നമുക്ക് കരസ്ഥമാക്കാൻ പറ്റുന്നൊരു കാര്യമല്ലേ? ഡെഫിനറ്റ്ലി. ഇഫ് യു ഹാവ് അങ്ങനത്തെ ഒരു വോണ്ടാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ, ദാറ്റ് ഇഫ് യു വോണ്ട് ടു വർക്ക് ഇൻ എ കോർപ്പറേറ്റ് ആൻഡ് ഇഫ് യു വോണ്ട് ടു സെറ്റ് ഫോർ പ്ലേസ്മെൻറ്റ്സ്, ഡെഫിനറ്റ്ലി അതിന് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആൻഡ് നമുക്ക് ഇവിടെ കിട്ടുന്നതിനോട്ടൊരു 9 lakh CTC 6 lakh CTC അല്ല. ഇറ്റ്സ് ലൈക്ക് അതിൻ്റെ 4 times ഫോർ എ ഫ്രഷർ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. സോ ദാറ്റ് ഈസ് വൺ വേ ഇൻ വിച്ച് പീപ്പിൾ. രണ്ടാമത്തെ ഒരു കാര്യം പീപ്പിൾ ഗോ ഫോർ റീസർച്ച്, മാസ്റ്റേഴ്സും റീസർച്ചും PhDയും എടുക്കാൻ വേണ്ടി അങ്ങനെ പോകുന്നവരുണ്ട്. പിന്നെ മൂന്നാമത്തെ ഒരെണ്ണമാണ് ഗവൺമെൻറ് സർവീസുകൾക്ക് വേണ്ടി പോകുന്നത്. അവിടെ ഗവൺമെൻറ് സർവീസ് എന്ന് പറയുമ്പം സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സർവീസ് ഇസ് നോട്ട് സിവിൽ സർവീസ്. അതിനെക്കാട്ടിലും ഇമ്പോർട്ടൻറ്റ് many people want to go into the forces, armed forces. അപ്പം CDS, സെൻട്രൽ ഡിഫൻസ്, എന്താ നമ്മുടെ കമ്പൈൻഡ് ഡിഫൻസ് സർവീസസ്, CDSൻ്റെ എക്സാം. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ള ഒത്തിരി പേരുണ്ട്. സോ എനിക്ക് അറിയാവുന്ന ഒത്തിരി ഫ്രണ്ട്സ് അങ്ങനെ CDSൽ പോയാലും സീനിയേഴ്സ് CDSന് വേണ്ടി പോയി. ആൻഡ് ഇപ്പോൾ അവർ ദേ ആർ ഓഫീസേഴ്സ് ഇൻ ദി എയർഫോഴ്സ് ഓഫ് ദി ആർമി. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു ക്രൗഡ് അങ്ങനെ ഉണ്ട്. പിന്നെ ഒബ്വിയസ്ലി സിവിൽ സർവീസിന് വേണ്ടി പോകുന്ന കുറേ പേരുണ്ട്. പിന്നെയും ഇതും അല്ലാത്ത നാലാമത്തെ ആൾക്കാരാണ് ദേ ഗോ ഫോർ ജേർണലിസം, മെയിൻലി ജേർണലിസം. പക്ഷേ അഗൈൻ ദേ ഗെറ്റ് ഹയർഡ് ഇൻ ടു വെരി എക്സലൻറ്റ് ഈ ന്യൂസ് മീഡിയ, പ്രിൻറ്റ് മീഡിയ, അവിടെ ദേ ഗെറ്റിംഗ് ഹയർഡ്. അവർക്കും അത്യാവശ്യം നല്ല രീതിയിലൊരു പ്ലേസ്മെൻറ്റ് പാക്കേജും അവർക്കുണ്ടായിരിക്കും. അപ്പോൾ കിട്ടുന്നത് ഒരു നോർമൽ സാധാരണ ജോലിയിലുപരി വളരെ നല്ലൊരു പ്ലേസ്മെൻറ്റും വളരെ നല്ല ഒരു പാക്കേജും ഉള്ളൊരു സ്ഥലത്തിലേക്കായിരിക്കും കിട്ടുന്നത്. ഡെഫിനറ്റ്ലി. അപ്പോൾ ഇങ്ങനെയായിരുന്നു എൻ്റെ കോളേജിൽ ഞാൻ ബ്രോഡ്ലി പറയുകയാണെങ്കിൽ 4 രീതിയിൽ 4 types in which people will go. അത് ഡെഫിനറ്റ്ലി എനിക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ബിക്കോസ് അപ്പോൾ എൻ്റെ കരിയർ ചോയ്സസ് ലൈക്ക് ഓപ്പൺഡ് അപ്പ് ടു ദീസ് 4 things. എങ്ങനെ നോക്കിയാലും ഇതാണ്, എനിക്ക് റിസർച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഐ ഹാവ് ടു ഗോ ടു ദി ഗവൺമെൻറ്, അല്ലെങ്കിൽ ഐ ഹാവ് ടു സ്വിച്ച് ആൻഡ് ദെൻ ഗോ ടു മേ ബി റിസർച്ച്, അങ്ങനെ എന്തെങ്കിലും. സോ ഡെഫിനറ്റ്ലി വലിയൊരു ഇൻഫ്ലുവൻസ് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. സോ അപ്പം ബെഞ്ചോ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു, അവിടെ നിന്ന് കുറേ ബെനിഫിറ്റ്സ് കിട്ടി. സോ നമ്മുടെ ഇപ്പം കേരളത്തിലെ ഒരു ഗ്രാമത്തിലെ ഒരു സാധാരണ ഒരു വിദ്യാർത്ഥിക്ക് സ്വപ്നം കാണാൻ പറ്റിയ ഒരു ഇടമാണോ സെൻട്രൽ യൂണിവേഴ്സിറ്റി? ഒരു പക്ഷേ സ്വപ്നം കണ്ട് അവിടെ എത്തിയാൽ അത് അവന് ഗുണം ചെയ്യുന്ന ഒരെണ്ണമാണെന്ന് ബെഞ്ചോയ്ക്ക് തോന്നുന്നുണ്ടോ? ടു ആൻസർ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡെഫിനറ്റ്ലി സ്വപ്നം കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം ഞാനും നാട്ടിൽ തന്നെയാണ് +2 വരെ പഠിച്ചത്. അന്ന് വരെ എനിക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയെ പറ്റിയോ, എനിക്ക് സ്റ്റീഫൻസിനെ പറ്റി പോലും, എൻ്റെ കോളേജ് സ്റ്റീഫൻസിനെ പറ്റി പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ 12th എക്സാം എഴുതി കഴിഞ്ഞിട്ടാണ് എൻ്റെ ഒരു ഫാദറിൻ്റെ കൂട്ടുകാരൻ്റെ മോൻ, ആ ചേട്ടൻ എൻ്റെ അടുത്ത് പറയുക ഇങ്ങനത്തെ ഒരു കോളേജ് ഉണ്ടെന്ന് പറയുകയും ഞാൻ അങ്ങനെ ഏറ്റവും അവസാനത്തെ സമയത്താണ് ഞാൻ അപ്ലൈ ചെയ്യുകയും ചെയ്തത്. അപ്പോൾ എനിക്ക് ആകെ അപ്ലൈ ചെയ്യാൻ പറ്റിയത് മാത്സിനും ഫിസിക്സിനും ഉണ്ടായിരുന്നു. ഫോർച്ചുനേറ്റ്ലി മാത്സിന് ഞാൻ ക്ലിയർ ചെയ്തുകൊണ്ട് ഞാൻ കയറിപ്പോയി. പക്ഷേ അത്രയും അവയർനെസ് ഇല്ലാത്ത ഒരു എനിക്ക് അവിടെ കയറാൻ പറ്റി. സോ ഐ ഡോണ്ട് തിങ്ക് ഇഫ് യു ഹാവ് a desire, if you have a want for it, അത് സ്വപ്നം കാണാൻ പറ്റാത്തൊരു കാര്യമേ അല്ല. ഡെഫിനറ്റ്ലി പോകാനും പറ്റും. ആൻഡ് അതിന് ഡെഫിനറ്റ്ലി ഓരോ ക്രൈറ്റീരിയ ഉണ്ട്. എക്സാം CUT ഉണ്ട്, പിന്നെ ബാക്കി ഇപ്പോഴാണെങ്കിൽ അങ്ങനെയല്ല, ഒരു CUT എക്സാമും ഉണ്ട്, നാഷണൽ ലെവൽ എക്സാമും ആണ്. അതിനൊരു പ്രിപ്പറേഷനും കൂടി വേണം. ബെഞ്ചോയുടെ ആ സമയത്ത് +2 കഴിഞ്ഞിട്ട് മതിയെങ്കിലും ഇപ്പോൾ അതിന് മുമ്പേ കുറച്ച് എക്സാം. പക്ഷേ ഇഫ് യു ആർ റെഡി ടു ഡു ദാറ്റ് then definitely it's possible. വെറുത്തുണ്ടല്ലോ. ഡെഫിനറ്റ്ലി. രണ്ടാമത്തെ കാര്യം, അവിടെ ചെന്ന് കഴിഞ്ഞുള്ള ഗുണം, ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പേഴ്സൺ. ഇഫ് യു ആർ എ പേഴ്സൺ ഹു വുഡ് വാണ്ട് ടു ഗെയിൻ ഔട്ട് ഓഫ് ഇറ്റ് ആൻഡ് മാക്സിമൈസ് യുവർ ടൈം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഇത്രയും നേരം നമ്മൾ സംസാരിച്ച പോലെ, ആംപിൾ ഓപ്പർച്യൂണിറ്റീസ് ടു മാക്സിമൈസ് യുവർ ടൈം. ആൻഡ് എങ്ങനെയൊക്കെ മുമ്പോട്ട് പോകാൻ താല്പര്യമുണ്ടോ അങ്ങനെയൊക്കെ മുമ്പോട്ട് പോകാൻ താല്പര്യം. ഇപ്പം ഞാൻ ഈ പറഞ്ഞ 4 കരിയർ അല്ലാതെ എനിക്കറിയാവുന്ന ഒത്തിരി പേരല്ല, കുറച്ച് പേര് ദേ ഹാവ് ഗോൺ ടു എന്താ പറയുന്നത്, ആക്ടിങ്, അങ്ങനെ ആർട്ടിസ്റ്റുകളായിട്ട്. സോ ഞാൻ ആദ്യമായിട്ടാണ് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് FTI പൂനെയെ പറ്റി കേൾക്കുന്നത് സ്റ്റീഫൻസ് ചെല്ലുമ്പോഴാണ്. അപ്പോൾ പിന്നീടാണ് ഞാൻ അറിയുന്നത് റസൂൽ പൂക്കുട്ടിയെ പോലത്തെ വലിയ വലിയ ആൾക്കാർ അവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പം ഓഫ് കോഴ്സ് എനിക്ക് അതിന് താല്പര്യമില്ലായിരുന്നു, സോ ഐ ഡിഡ്ന്റ് ഗോ ദെയർ. പക്ഷേ എനിക്ക് അറിയാവുന്ന എൻ്റെ ജൂനിയേഴ്സും എൻ്റെ സീനിയേഴ്സും എൻ്റെ ബാച്ച്മേറ്റ്സും ഈവൻ ദേ ഹവ് ഗോൺ ടു FTI ആൻഡ് ദേ ആർ ഡൂയിങ് അമേസിങ് വർക്ക് ദെയർ. അപ്പോൾ ദിസ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ പേഴ്സൺ. എങ്ങനെയാണോ നമുക്ക് ഡെവലപ്പ് ആകേണ്ടത്
നമുക്ക് ആ രീതിയിൽ പോകാനുള്ള ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ട്. അതിനെ നമ്മൾ എങ്ങനെ നല്ല രീതിയിൽ അവിടെ ചെന്ന് യൂട്ടിലൈസ് ചെയ്യും എന്നുള്ളത് ഇൻഡിവിജ്വലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ. സോ അതേപോലെ തന്നെ കുട്ടികൾക്ക് ആഗ്രഹിക്കുന്ന വേറൊരു സംഭവമാണ് ഇപ്പോൾ പഠിത്തം മാത്രമാണോ, വാട്ട് ആർ ദി എക്സ്ട്രാ തിങ്സ് വി ഗെറ്റ്, ഇപ്പോൾ സ്പോർട്സ് ആണെങ്കിലും നമ്മുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി, അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാമോ? ഓക്കെ. സോ ഞാൻ എൻ്റെ കോളേജിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി മാത്രമേ ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ സ്പോർട്സും അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമായിരുന്നു. അക്കാഡമിക്സ് എൻ്റെ വളരെ മോശമായിരുന്നു. ഞാൻ സ്കൂളിൽ അത്യാവശ്യം നല്ലതായിട്ട് പഠിക്കുന്ന ഒരാളായിരുന്നു, പക്ഷേ അവിടെ ചെന്നപ്പോൾ എൻ്റെ അക്കാഡമിക്സ് വളരെ മോശമായി. അപ്പോൾ അതും ദാറ്റ് ഈസ് കമൻട്രി ഓൺ മൈ സെൽഫ് ദാറ്റ് ഇപ്പോൾ എനിക്ക് അത് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് ഇവിടുന്ന് പോകുന്ന എല്ലാ പിള്ളേരും പഠിക്കരുതെന്നല്ല. അവിടെ പോയിട്ട് പഠിക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ദ ബെനിഫിറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. ഐ ഡി നോട്ട് സ്റ്റഡി ഫോർ വിച്ച് ഐ റിഗ്രറ്റ് ഈവൻ ടുഡേ. പക്ഷേ ഇനി അതല്ലാതെ നോൺ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റാർട്ടിങ് ഫ്രം സ്പോർട്സ് അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ, എൻ്റെ കോളേജിൽ ഓൾമോസ്റ്റ് ഓൾ സ്പോർട്സ് വരുതാർ. എൻ്റെ സ്പോർട്സ് ഇല്ലായിരുന്നു. ഐ യൂസ് ടു പ്ലേ വോളിബോൾ. നമുക്ക് അവിടെ ഒരു കോർട്ടുണ്ട്, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് വാസ് നോട്ട് ഇൻ എ വെരി ഗുഡ് കണ്ടീഷൻ. പക്ഷേ അതല്ലാതെ വി ഹവ് കോട്ട ഫോർ ബാസ്കറ്റ്ബോൾ പ്ലേയേഴ്സും ക്രിക്കറ്റ്, ഫുട്ബോൾ, എല്ലാ വിച്ച് എവർ സ്പോർട്ട് യുവർ ഇൻ. അല്ലെങ്കിൽ ഇപ്പം ഇഫ് യുവർ ഹൈക്കിംഗ് ക്ലബ് ഉണ്ട്, ദെൻ ജിമ്മുണ്ട്, അപ്പോൾ ബോഡി ബിൽഡിങ്, അങ്ങനെ സ്ക്വാഷ് കോർട്ട് ഉണ്ട്, ടെന്നീസ് ഉണ്ട്. എൻ്റെ കോളേജിൽ തന്നെ ഇത്രയും കാര്യങ്ങളുണ്ട്. ഇനിയും അതില്ല എങ്കിൽ ഇപ്പം നമുക്കൊരു ക്രിക്കറ്റ് ഗ്രൗണ്ട് ഇല്ലെന്ന്, വി ഹാഡ് എ ഫുട്ബോൾ ഗ്രൗണ്ട്. അപ്പോൾ നമ്മുടെ കോളേജിൽ നിന്ന് എല്ലാ ദിവസവും പ്രാക്ടീസിന് വേണ്ടി അടുത്ത് തന്നെയുള്ള വേറൊരു ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ഇത് ഇസ് ഓൾ ഡൺ ബൈ ദ കോളേജ് ഇറ്റ്സെൽഫ്. കോളേജെല്ലാം ഇതെല്ലാം ചെയ്യും. അപ്പോൾ അങ്ങനെ സ്പോർട്സിൽ പിന്നെ എൻ്റെ കൂടെ പഠിച്ച ആൾ, എൻ്റെ ബാച്ച്മേറ്റ്, പുള്ളിക്കാരുടെ സ്പോർട്ട് ഷൂട്ടിംഗ് ആയിരുന്നു. ഷി വാസ് എ നാഷണൽ ലെവൽ ഷൂട്ടർ. അപ്പോൾ അങ്ങനെ എത്രയോ, അതുപോലെ ഒത്തിരി പേര്, എൻ്റെ വേറൊരു ബാച്ച്മേറ്റ് യൂസ് എ സ്ക്വാഷ് പ്ലെയർ, നാഷണൽ ലെവൽ സ്ക്വാഷ് പ്ലെയർ. അങ്ങനെ ഒത്തിരി സ്പോർട്സ് ഉണ്ട്. ആൻഡ് അതിനെല്ലാം ഉള്ള ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ട്. പിന്നെ ഇനിയും കോ കരിക്കുലർ ആക്ടിവിറ്റീസ് അതും ഇഷ്ടം പോലെ ഉണ്ട്. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരു ക്ലബ്ബ്, സോഷ്യൽ സർവീസ് ലീഗ് എന്ന് പറയുന്നൊരു ക്ലബ്ബ്, ഇറ്റ്സ് മെയിൻലി നമ്മുടെ നാട്ടിലെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ NSS നാഷണൽ സർവീസ് സ്കീം ചെയ്യുന്ന പോലത്തെ പ്രോഗ്രാമാണ് SSL എന്ന് പറയുന്നത് ഞങ്ങളുടെ കോളേജിൽ ഇത് ചെയ്യുന്നത്. അപ്പോൾ അതുണ്ട്. അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സബ്ജക്ട്സിന് വേണ്ടി ഓരോത്തിനും ഒരു ക്ലബ്ബുണ്ട്. മാത്തമാറ്റിക്സ് സൊസൈറ്റി ഉണ്ട്, എക്കണോമിക്സിന് വേണ്ടി ഒരു എക്കണോമിക്സ് ക്ലബ്ബുണ്ട്, ഈക്കോസോക്ക് എന്ന് പറയുന്ന എക്കണോമിക്സ് സൊസൈറ്റി ഉണ്ട്. പിന്നെ ഒബ്വിയസ്ലി സ്റ്റുഡൻസ് യൂണിയൻ ഉണ്ട്. പിന്നെ ഡ്രാമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ തിയേറ്ററിന് വേണ്ടി വെസ്റ്റേൺ ഷേക്സ്പിയർ സൊസൈറ്റി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്, വിച്ച് ഇസ് ഫോർ വെസ്റ്റേൺ സോർട്ട് ഓഫ് തിയേറ്റർ. ഇന്ത്യൻ തിയേറ്ററിന് വേണ്ടി ഡിഫറെൻ്റ് ഉണ്ട്, അത് സഭ എന്ന് പറയുന്നത്, ഇറ്റ് ഇസ് എ ഡിഫറെൻറ്റ് തിങ്. പിന്നെ ഇതുപോലെ കൊറിയോഗ്രാഫിക്ക് വേണ്ടി വെസ്റ്റേൺ കൊറിയോഗ്രാഫി ഒരെണ്ണമുണ്ട്, ഇന്ത്യൻ കൊറിയോഗ്രാഫിക്ക് വേണ്ടി വേറെ. അങ്ങനെ ഇഷ്ടം പോലെ ക്ലബ്സും ഇഷ്ടം പോലെ സൊസൈറ്റീസും ഉണ്ട്. നമ്മുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് ഒരു ഓൾറൗണ്ട് ഡെവലപ്മെന്റിന് പറ്റിയ എല്ലാ ഓപ്പർച്യൂണിറ്റീസും അവിടെ ഉണ്ട്. as you already told, അത് നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്ന കാര്യം അവിടെ ഉള്ള ഒരു കാര്യമാണ്. ബട്ട് യു ഹാവ് എവറിത്തിങ് ഒരു ഓൾറൗണ്ട് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണെങ്കിലും കരിയർ ചോയ്സ് ആണെങ്കിലും എത്തിപ്പെടാൻ പറ്റിയ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ബെഞ്ചോ. ഇറ്റ് വാസ് റിയലി നൈസ് ടോക്കിംഗ് ടു യു. ഭാവിയിലും വളരെ നല്ല കാര്യങ്ങൾ നിരട്ടെ. അപ്പോൾ എൻ്റെയും CUT ട്യൂട്ടോറിയത്തിൻ്റെയും പേരിൽ എ ബിഗ് കൺഗ്രാജുലേഷൻ. താങ്ക് യു സോ മച്ച്.